സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാനഗർ മുതൽ പന്നിക്കുന്ന് വരെയുള്ള ദേശീയ പാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ഇന്ന് ചെയ്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയ അപ്ഡേഷനുകളാണ് ഇപ്പോൾ നമ്മുടെ വിദ്യാനഗർ മുതൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ അപ്ഡേഷനുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേ സ്ഥലത്തെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കാണുമല്ലോ. കാണുന്നുണ്ടെങ്കിൽ അത്രയും ഈ ഭാഗങ്ങളിൽ നല്ല മാറ്റങ്ങളാണ് ഈ LCC കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് വർക്കിൽ നല്ല ഗംഭീര സ്പീഡുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഈ ഭാഗങ്ങളിലെ വർക്ക് അപ്ഡേഷൻ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഈ ഭാഗങ്ങളിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ ഏകദേശം കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും ഈ ഭാഗങ്ങളിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്രയും സ്പീഡിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാനഗർ ജംഗ്ഷനിൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ എൻഡ് മണ്ണിട്ട് ഉയർത്തുന്ന അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു വശത്താണ് അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. മറുവശത്ത് ഇപ്പോഴും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുകയാണ്. വിദ്യാനഗർ കോളേജിൻ്റെ എതിർവശത്ത് വന്ന മാറ്റങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. അത്രയും വർക്കിൽ മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തികൾ ഉണ്ടാവും. അപ്പം രണ്ടാമത്തെ വെറ്റ് മിക്സ് കോട്ടിങ് ചെയ്യുന്നുള്ള പ്രവൃത്തികളാണ്. അതായത് വെറ്റ് മിക്സ് ഇടുന്ന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കമ്പാക്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ ടാറിംഗ് പ്രവൃത്തികളാണ് നടക്കേണ്ടത്. ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഫുള്ള് ടാറിംഗ് പ്രവൃത്തികൾ കഴിയും. ഇപ്പോൾ വാഹനങ്ങൾ ഇതിൽ പോകാൻ സാധ്യതയില്ല. കാരണം അണ്ടർപാസിൻ്റെ വർക്ക് തീരാതെ അതിന് മുകളിൽ വാഹനങ്ങൾ പോവുകയില്ല. പിന്നെ അതേപോലെ തന്നെ അണങ്കൂറിലെ ഭാഗങ്ങൾ നല്ല മാറ്റം അവസാന ഘട്ടത്തിൽ. ഇപ്പം ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുണ്ട്. അവിടെ ബാക്കിയുള്ള പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ഇനി ടാറിംഗ് പ്രവൃത്തികൾ മാത്രമാണ് ആ ഭാഗങ്ങളിൽ നടക്കേണ്ടത്. ഇനിയിപ്പം അണങ്കൂർ ജംഗ്ഷൻ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടന്നാൽ ബാക്കിയുള്ള ഡിവൈഡർ പ്രവൃത്തികളാണ് ഇനി നടക്കേണ്ടത്. സുഹൃത്തുക്കളെ, നുള്ളിപ്പാടി ഭാഗത്തെ സമരപ്പന്തലൊക്കെ നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ സമരപ്പന്തലിൽ ഇനി സമരം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്ന് പറഞ്ഞെങ്കിൽ
ഇനി ആ സമരമൊക്കെ പൊട്ടി ഇനി ആ ഭാഗത്ത് അണ്ടർപാസ് വരാൻ തീരെ നിർവാഹമില്ല. അതായത് ഇനി വരില്ല എന്ന് തന്നെ. കാരണം പറഞ്ഞാൽ ഇനിയിപ്പോൾ നാട്ടുകാർ സമരം ചെയ്തിട്ട് കുറേ ബൈത് പോയി. മുന്നേ ചെയ്യേണ്ടതാണ് സമരം. അവിടെ മണ്ണിട്ട് ഉയർത്തുന്നതിന് മുമ്പേ സമരം ചെയ്യേണ്ടതായിരുന്നു. കാരണം പറഞ്ഞാൽ ഇപ്പോൾ കോൺട്രാക്ടറിന് വളരെയധികം നഷ്ടം സഹിക്കേണ്ടി വരുന്നതിനാലാണ് ഇപ്പം വീണ്ടും അവിടെ ചെയ്യാത്തത്. കാരണം പറഞ്ഞാൽ ഇപ്പോൾ അണ്ടർപാസ് കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള പ്രവൃത്തികൾ, എക്സ്ട്രാ വന്ന പ്രവൃത്തികൾ കോൺട്രാക്ട് സഹിക്കേണ്ടി വരുന്നുള്ള ഒരു ഇതാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ പ്രവൃത്തികൾ ആരംഭിച്ചു. ഇനി ആ ഭാഗത്ത് സമരം ഉണ്ടായില്ല. അപ്പം ഈ നുള്ളിപ്പാടിയിലെ അണ്ടർപാസിൻ്റെ കാര്യം മറക്കാം ഇനി. കാരണം ഇവിടെ ഇനി വരില്ല. കാരണം ഇത് മുമ്പേ ചെയ്യേണ്ടതാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക്, അതായത് കാറും വണ്ടിയൊന്നും പോകാൻ കഴിയാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഏടെല്ലാം മെയിന് ഇപ്പം ചെറുക്കലത്തൊന്ന് ചെറിയ കുട്ടികൾക്കെല്ലാം ഒന്ന് പാസ് ചെയ്യുന്നത് അതേപോലത്തെ ഒരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മതിയായിരുന്നു. ഏടൊക്കെ തന്നെ പാണളം, പിന്നെ ഈ നായ്മാറമുല കഴിഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് ഒന്ന് സിറ്റിസിനർ ആ ഭാഗത്തൊന്ന് കൊടുക്കണമായിരുന്നു. പിന്നെ പാണളം, പിന്നെ ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ ഭാഗത്തെല്ലാം ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒന്ന് അങ്ങും ഇങ്ങും വണ്ടിയൊന്നും പോവാത്ത ആൾക്കാരുണ്ടല്ലോ, വണ്ടിയിലൊന്നും പോവാത്ത ആൾക്കാർ, അവർക്കൊക്കെ ഈ മറുപുറം കടക്കാനും വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു ചെറിയൊരു പാസിങ് കൊടുക്കണമായിരുന്നു. പിന്നെ എരിയാലിൽ നല്ല മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 4-ാം തീയതിയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എരിയാലിലെ വീഡിയോ. ഇപ്പോൾ ഇന്ന് 9-ാം തീയതിയാണ് വീഡിയോ എടുക്കുമ്പോഴുള്ള ഡേറ്റ്. ഇപ്പം ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് സർവീസ് റോഡിലെ ഇടതുവശത്തെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ ഇന്ന് നടക്കുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ടാകുമ്പോൾ ഫുൾ ലോറികൾ, ടോറസ് ഉണ്ടാകും, ഫുള്ള് ടാറിംഗ് മെറ്റൽ ഫുള്ള് ലോഡ് ആക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവിടെ ഇവിടുന്ന് സ്റ്റാർട്ടായി. ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ ഇപ്പോൾ ആരംഭിക്കും. ഏകദേശം നെക്സ്റ്റ് വീഡിയോ ആകുമ്പോഴേക്കടെ ഫുള്ള് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ വലതുവശത്ത് മണ്ണ് ഇട്ട് ലെവൽ ചെയ്യുന്നത്, കമ്പാക്ട് ചെയ്യുന്നതുമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. നല്ല വേഗത്തിലാണ്, ഹൈ സ്പീഡ് വർക്കാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
മൊഗ്രാൽ പുത്തൂർ കുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ റെയിൽവേയുടെ പ്രശ്നത്തിൽ കുറച്ച് പെൻഡിങ്ങിലുണ്ടായിരുന്ന സർവീസ് റോഡിൻ്റെ വർക്ക്, ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം നേരത്തെ പെൻഡിങ്ങിലായിരുന്നു. ഇപ്പോൾ ആ വർക്ക് ഫുള്ള് ഇവിടുന്ന് അങ്ങോളം ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ സാധിക്കും. അവിടം വരെ ആയിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഈ ഭാഗം ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നത് കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ. അടുത്ത വീഡിയോ നമ്മളെ മൊഗ്രാൽ പുത്തൂർ പാലം ഉണ്ടല്ലോ, അത് ഗതാഗതത്തിന് തുറന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നതിനാൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ, ബൈ ബൈ.